ക്രിസ്തുബോധത്തിൽ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് വീണ്ടും ജനനം അല്ലെങ്കിൽ ബോൺ അഗെയിൻ എന്നത്. ഈ ബോൺ അഗെയിൻ എന്നത് ശരിക്കും എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുഷിക ജീവിത നിലവാരത്തിൽ നിന്ന് ഒരു ദൈവീക ജീവിത നിലവാരത്തിലേക്കുള്ളൊരു പരിവേഷം, അല്ലെങ്കിൽ ഞാൻ കേവലം മനുഷ്യനല്ല, ഞാനൊരു ദൈവീക വ്യക്തിത്വമാണ്, ഒരു ദൈവീക പുരുഷനാണ് എന്നുള്ള നിലവാരത്തിൽ എൻ്റെ ജീവിതക്രമത്തിന് വരുന്ന ഒരു പരിണാമം, മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്ക്. ഈ ഒരു പരിണാമത്തെയാണ് വീണ്ടും ജനനം അല്ലെങ്കിൽ ബോൺ അഗെയിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഭാരതത്തിൻ്റെ ഒരു പൈതൃകത്തിൽ നിന്നുകൊണ്ട്, ഭാരതത്തിൻ്റെ ആത്മീക സിദ്ധാന്തത്തിൽ വേരൂന്നി നിന്നുകൊണ്ട് ഇതേ കാര്യത്തെ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഇതിനെ പറയുന്നത് ആത്മജാഗ്രത് എന്നാണ്. അതായത് ഇന്നലെ വരെ കേവലം മനുഷ്യനായിരുന്ന, മനസ്സിനെ അധിഷ്ഠിതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മനോഭാവത്തിൽ നിന്ന് ഞാൻ കേവലം മനസ്സുള്ള, ശരീരമുള്ള ഒരു വ്യക്തിത്വം മാത്രമല്ല, ഞാനൊരു ആത്മരൂപിയാണ് എന്നുള്ള തിരിച്ചറിവിലുള്ള ഒരു ജീവിതക്രമമാണ്, ആ ഒരു പരിവേഷമാണ് ഭാരത സംസ്കാരത്തിൽ ആത്മീയതയിൽ പറയുന്ന ആത്മജാഗ്രത് എന്ന വാക്ക്. ബോൺ അഗെയിനും ആത്മജാഗ്രത എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളും ഒന്ന് തന്നെയാണ്.